ബീഹാർ ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത രൂപപ്പെട്ടിരിക്കുകയാണ്. RJDയുടെ പൂർണിയ സീറ്റിൽ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ നേതാവായ പപ്പു യാദവാണ്. ഏപ്രിൽ 2-നാണ് നാമനിർദ്ദേശ പത്രിക നൽകുക. സീറ്റ് വിഭജനം പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണെന്നും ധാരണ പാലിക്കേണ്ടെന്നുമാണ് RJDയുടെ പ്രതികരണം. ഇന്ത്യയുടെ ഭാഗമായി കഴിഞ്ഞ കുറച്ചു നാളുകളായി RJDയും കോൺഗ്രസും സീറ്റ് വിഭജനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തിവരികയായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം സീറ്റ് വിഭജനത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളെല്ലാം തന്നെ ധാരണയിൽ എത്തിക്കാൻ സാധിച്ചു എന്നായിരുന്നു ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ നിലവിൽ ഇന്ത്യ സഖ്യത്തിൽ ഭിന്നതയുണ്ടായിരിക്കുകയാണ്. ഇതിന് കാരണം ഇന്ത്യ സഖ്യത്തിലെ 9 സീറ്റുകളാണ് കോൺഗ്രസിന് നൽകിയിരിക്കുന്നത്. അതിൽ പൂർണിയ സീറ്റില്ല. അതേസമയം കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ ചേർന്ന പപ്പു യാദവിന് പൂർണിയ സീറ്റ് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നതാണ്. എന്നാൽ ഇതിന് വിപരീതമായി RJD ഇപ്പോൾ പൂർണിയ സീറ്റിൽ മത്സരിക്കുന്നത്. കോൺഗ്രസിന് 9 സീറ്റ് വാഗ്ദാനം ചെയ്തപ്പോൾ 25 സീറ്റിലാണ് RJD മത്സരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും കൂടുതൽ ഭിന്നത ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടാകുന്നതാണ്. മാത്രമല്ല, ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. കൂടാതെ പപ്പു യാദവ് എവിടെ മത്സരിക്കണം എന്നത് സംബന്ധിച്ച് കോൺഗ്രസ് നേരത്തെ തന്നെ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നതാണ്. അതിൽ പൂർണിയ സീറ്റ് വേണമെന്ന ആവശ്യമായിരുന്നു നേരത്തെ RJD നേതൃത്വത്തോട് കോൺഗ്രസ് അറിയിച്ചിരുന്നത്. പക്ഷേ ആ തീരുമാനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നിലവിൽ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ബീഹാറിലെ ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് വിഭജനം നീണ്ടുപോയത് പൂർണിയ സീറ്റ് കാരണമാണ്. സീറ്റ് വിഭജനം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷവും ഈ ഒരു പൊട്ടിത്തെറി അവസാനിക്കുന്നില്ല. പൂർണിയ സീറ്റിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമെന്നും ഏപ്രിൽ 2-ന് മാർച്ചായെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നുമാണ് പപ്പു യാദവിന്റെ പ്രതികരണം. ജൻ അധികാർ പാർട്ടിയെയും പപ്പു യാദവിനെയും ലയിപ്പിച്ചപ്പോൾ കോൺഗ്രസ് ഉറപ്പ് നൽകിയതാണ് പൂർണിയ സീറ്റ്. RJD വിട്ട് സ്വന്തം പാർട്ടി രൂപീകരിച്ച നേതാവാണ് പപ്പു യാദവ്. സീമാഞ്ചൽ കോസി മേഖലകളിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ പപ്പു യാദവിന് സാധിക്കുന്നതാണ്. എന്നാൽ JDU വിട്ടെത്തിയ ബിമാ ഭാരതിയെ പൂർണിയയിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് RJD നീക്കം നടത്തുന്നത്. സീറ്റ് വിഭജനം സംബന്ധിച്ച് അന്തിമ ധാരണയിൽ എത്തും മുൻപ് തന്നെ ബിമാ ഭാരതിയെ ഉയർത്തി RJD പ്രചാരണം ആരംഭിച്ചിരുന്നു. നിലവിൽ RJDയുടെയും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെയും എതിർപ്പിൽ വലയുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമാണ്.